വഖഫ് നിയമ ഭേദഗതി ബിൽ അത് രാജ്യസഭയിലും പാർലമെൻറ്റിലും പാസ്സായി. ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി രാജ്യത്തത് നിയമമായി മാറും എന്ന് നമുക്കറിയാം. ആ വഖഫ് നിയമത്തെക്കുറിച്ചും അതിലടങ്ങിയിട്ടുള്ള തീർത്തും നീതിരഹിതമായിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ അമെൻഡ് ചെയ്യപ്പെടേണ്ടതാണ്. അത് കോൺഗ്രസ്സുകാർ ഒരു ചിന്തയുമില്ലാതെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ചെയ്തു വെച്ചതാണ് വഖഫ് ബിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ വഖഫിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കണമെന്ന് പറയുന്നവരൊന്നും ഈ വഖഫിൻ്റെ സ്വത്തുക്കൾ ആ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെയുള്ള ചില മേലാളന്മാർ കൊള്ളയടിച്ചപ്പോഴൊന്നും വാ തുറന്നിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണെങ്കിലും വഖഫ് ഭേദഗതി നിയമം പാസ്സായി. ആ പാസ്സായതിനെതിരെ ഇന്ത്യയിലെ ചില പോക്കറ്റുകളിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ തന്നെ വെസ്റ്റ് ബംഗാളിലുണ്ടായിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിൽ ഏതാണ്ടൊരു 3 പേർ മരണപ്പെട്ടു. അതിൽ ഒരാളെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുകയൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് തരത്തിലുള്ള സമരമാണ് പ്രക്ഷോഭമാണ് ഇവർ നടത്തുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇന്ത്യയുടെ ചില പോക്കറ്റുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഗവർണർ തന്നെ പറഞ്ഞേക്കുന്നത്, വെസ്റ്റ് ബംഗാൾ ഗവർണർ, അദ്ദേഹം നമുക്കറിയാലോ മലയാളിയാണ്, അദ്ദേഹം തന്നെ പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന കേന്ദ്ര സേനയെ അവിടെ വിന്യസിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രക്ഷോഭങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. ആ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നത് മറ്റു സ്ഥലങ്ങളിലാണ് എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിലുമൊക്കെ ചില പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ആ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജാഥ നടന്നിരുന്നു. ആ ജാഥ നടക്കുന്നത് ഒരു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ജാഥയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മറ്റേ മൗദൂദി എന്ന് പറയുന്ന മൗലാന മൗദൂദി എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ മതരാഷ്ട്രമാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം, ഉള്ളിലിരിപ്പ്. പക്ഷെ പുറത്ത് വന്ന് ഇവർ മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് തോളിൽ കൈയിടും. പക്ഷെ ഇവരുടെ ഉദ്ദേശം മുഴുവൻ നമുക്കറിയാലോ ഈ പറയുന്ന പോലെ മതരാഷ്ട്രമാണ്. പക്ഷെ ഇവർ തുറന്നു പറയില്ല. ഇവർ വേണമെങ്കിൽ ഈ പറയുന്ന മൗലാന മൗദൂദിയെ തന്നെ തള്ളിപ്പറയും. കഴിഞ്ഞ തവണ ഇതിൻ്റെ സംസ്ഥാന ലീഡർ വന്നിട്ട് ഒരു തവണ മൗലാന മൗദൂദിയുടെ ആശയങ്ങളെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനമൊക്കെ നടക്കുന്നുണ്ടായി. പിന്നെ എന്തിനാണ് ഈ സംഘടന എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ മൗലാന മൗദൂദിയുടെ ഇവരുടെ ചാനലുകളാണ്, ഒന്ന് മീഡിയ വണ്ണും അതുപോലെ ഇവരുടെ പത്രമാണ് മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പാർട്ടിയുണ്ട്, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്, അതുപോലെ സോളിഡാരിറ്റി, ഇങ്ങനെ കുറേ സംഘടനകളുണ്ട്. പേരൊക്കെ എന്താണെങ്കിലും സോളിഡാരിറ്റി എന്നോ മറ്റേ ജസ്റ്റിസ് ഫോർ പുവർ എന്നൊക്കെ ഉള്ളതായിരിക്കും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താണെങ്കിലും ഇവരുടെ ഉദ്ദേശം മതരാഷ്ട്രമാണ്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു പ്രകടനം നടത്തി. ആ കേരളത്തിൽ ഒരു പ്രകടനം നടത്തിയപ്പോൾ അതിനകത്ത് അത്ഭുതകരമായിട്ടുള്ള ചില പ്ലക്കാർഡുകൾ അഥവാ പോസ്റ്ററുകളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടു. ആ പോസ്റ്ററുകളിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളറിയേണ്ടത് സയ്യിദ് ഇബ്രാഹിം ഹുസൈൻ ഷാദ്ലി കുത്തബാണ്. എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയ്യിദ് കുത്തബിനെയാണ്. ഈ സയ്യിദ് കുത്തബ് എന്ന് പറയുന്നത് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റീഷ്യനാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം മുസ്ലിം ബ്രദർഹുഡിൻ്റെയൊക്കെ ആളായിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് അവിടെ വലിയ പിന്തുണ കിട്ടുകയും പിന്നീട് ഈ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കൊക്കെ തന്നെ പല പാർട്ടികളുമൊക്കെ രൂപീകരിക്കുകയും ആ പാർട്ടികളൊക്കെ തന്നെ ഈ പറയുന്ന അവിടെയുള്ള പട്ടാള ഭരണത്തിനും അവിടെയുള്ള ഭരണകൂടങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ബേസിക് ഐഡിയോളജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനൊക്കെ തന്നെ പറയുന്നത് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ചെകുത്താൻ്റെ ഭരണമാണെന്നാണ്. അതായത് ജനാധിപത്യം എന്ന് പറയുന്ന നമ്മളൊക്കെ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള അങ്ങനെയുള്ള ഒരു രാജ്യത്തെക്കുറിച്ചല്ല ഇവർ സ്വപ്നം കാണുന്നത്. ഇവർ സ്വപ്നം കാണുന്നത് ഈ പറയുന്ന മതരാഷ്ട്രമാണ് ഇവർ സ്വപ്നം കാണുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സൗദി അറേബ്യയിലും ഇറാനിലും ഒക്കെ ഉള്ളതുപോലെയുള്ള ഒരു മതരാഷ്ട്രമാണ് ഇവരുടെ സ്വപ്നം എന്ന് പറയുന്നത്. ഇറാനിലേക്കുള്ള ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ തൂക്കിക്കൊല്ലുന്നത് അവിടെയാണ്. പിന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോലെയുള്ള താലിബാനെയൊക്കെ പോലെയുള്ള ഭരണമാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ഇവരങ്ങനെയുള്ള ഭരണങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു നൊബേൽ പ്രൈസ് കിട്ടിയ ഒരാളാണ് ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസർ എന്നോ പ്രധാനമന്ത്രി എന്നൊക്കെ വിളിക്കാവുന്ന ഒരാൾ. പക്ഷേ പുറകിൽ നിന്ന് ഭരണം നടത്തുന്നത് മുഴുവൻ ഇതുപോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്, അവിടെ വലിയ തോതിലുള്ള പ്രകടനം നടത്തുകയും അമ്പലങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് സംരക്ഷിക്കാൻ വരുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞ് പോസ്റ്റർ വീഡിയോ ഒക്കെ എടുക്കുകയും അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ആ അമ്പലം തന്നെ തല്ലിപ്പൊളിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യുന്നതാണ് ഇവരുടെ കലാപരിപാടി. അപ്പോൾ ഇത്തരത്തിൽ എവിടെയും ഒരു മതവിദ്വേഷം ഉണ്ടാക്കുക, ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ബേസിക് അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ സയ്യിദ് കുത്തബിൻ്റെ ഒക്കെ തന്നെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇവർ RSS സംഘപരിവാറിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണോ ഈ പണി ചെയ്യുന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഇത് യഥാർത്ഥത്തിൽ സംഘപരിവാറിനെ വളർത്താൻ മാത്രമേ ഉപകരിക്കൂ.
ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് വളരെ 1% താഴെയുള്ള ആളുകളുടെ പാർട്ടിയാണ്. അതുകൊണ്ട് നിങ്ങളാരും ഇത് മുസ്ലിം സമുദായം മുഴുവൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്നും വിചാരിക്കരുത്. മുസ്ലിം സമുദായത്തിന്റെ വലിയ തോതിൽ പിന്തുണയുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണ്. പിന്നെ അതുകൂടാതെ അവർ മറ്റ് പല വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളാണ് എന്ന് നിങ്ങൾ വിചാരിച്ചുള്ളത്. പക്ഷേ ഇത് ഈ പറയുന്ന പോലെ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വരുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറയുന്നത്. അവര് PFIക്കാരെ പോലെയല്ല. PFIക്കാരും അതുപോലെ SDP-ക്കാരും ഒക്കെ കുറച്ചുകൂടി മണ്ടന്മാരായതുകൊണ്ട് നേരെ വന്ന് മുദ്രാവാക്യം വിളിക്കും. പക്ഷെ ഇവർ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങളാണ് ഇവരുടെ മെയിൻ ശീലം എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ അണ്ടർഗ്രൗണ്ടിൽ പോകുന്നു എന്നുള്ളതല്ല, പക്ഷെ സമൂഹത്തിൻ്റെ അടിയിലൂടെ അവരുടെ ആശയധാരകൾ പ്രചരിപ്പിക്കാൻ അവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംഘപരിവാറിനൊക്കെ വളരാൻ വളമൊരുക്കുന്ന ഒരായുധം വെച്ചു കൊടുക്കുന്ന പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഏതാണ്ട് ഒരു ഇളക്കിമറിച്ച ഒരു ഭൂമിയാണ് കേരളം എന്ന് പറയും. ഇവിടെ ഏതാണ്ട് മതപരമായിട്ടുള്ള ഒരു അകൽച്ചയും ഒരു അവിശ്വാസവും തമ്മിലുള്ള ഭയവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ചില മതക്കാർക്ക് ചില ആളുകൾ എന്ത് ചെയ്യില്ല, ഇപ്പം തന്നെ വാടകയ്ക്ക് വീട് കൊടുക്കില്ല, ചില ആളുകളെ ജോലിക്കെടുക്കില്ല, ചില ആളുകൾ മതപരമായി നോക്കിയിട്ടാണ് ഹോട്ടലുകളിൽ കയറുന്നത്, ചില ആളുകൾ മതപരമായൊക്കെ നോക്കിയിട്ടാണ് എറണാകുളത്തുള്ള ചില തുണിക്കടകളിൽ പോലും കയറുന്നത്. അത്തരത്തിലുള്ള വിഭജനമുണ്ട്. അത് ആരുടെ തുണിക്കടയാന്ന് നോക്കിയിട്ടാണ്. ഇത്തരത്തിലുള്ള ഒരു എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ബാനിലേക്ക് അല്ലെങ്കിൽ വിഭാഗീയതയിലേക്കൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ വളരെ ചെറിയ ന്യൂനപക്ഷമേ ഉള്ളൂ. പക്ഷേ അതിൽ തന്നെ ആ ന്യൂനപക്ഷത്തിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറന്നുകൂടാ. അപ്പോൾ അത്തരത്തിൽ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലെയുള്ള ഉഡായിപ്പുകളൊക്കെ ഈ പറയുന്ന ഇത്തരത്തിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇന്ത്യയിൽ പ്രതിഷേധം നടത്തുന്നതിന് ഒരു ഈജിപ്തുകാരനായ സയ്യിദ് കുത്തബിൻ്റെയൊക്കെ ഫോട്ടോ വെക്കേണ്ട ആവശ്യം എന്താണ്? ഇത് ആർക്കാണ് ഇത് പ്രയോജനപ്പെടുക? ഇനി ഇത് പ്രയോജനപ്പെടുത്താൻ പോകുന്നത് പ്രമീള ശശിധരനെ പോലെയുള്ള സംഘം RSSൻ്റെയും BJPയുടെ ഒക്കെ നേതാക്കന്മാരാണ്. അപ്പം അവർ പാലക്കാട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അവർ അവിടെയുള്ള 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടത്തിന്, അത് നിങ്ങളറിയുന്ന ബഡ്സ് സ്കൂളാണ്, ഈ പറയുന്ന പോലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള നൈപുണ്യ വികസന കേന്ദ്രമാണ്. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ഹെഗ്ഡേവാറിൻ്റെ പേരിടാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഏതാണ്ട് ഇതേപോലെയുള്ള പണികളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലൊരു പണിയാണ് പാലക്കാട് SDP-ക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മറ്റേ CPM-ൻ്റെ ഓഫീസിലേക്ക് ആഹ്ലാദപ്രകടനം നടത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ പ്രകടനങ്ങളൊക്കെ നടത്താനും ഇത്തരത്തിൽ സംസാരിക്കാനും ഇത്തരത്തിലുള്ള പല ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പോലുള്ള പ്രസംഗങ്ങൾ നടത്താനും ഒക്കെ ഉള്ള പറ്റുന്നൊരു സ്ഥലമായി പതുക്കെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം കുറച്ചുകൂടി വേഗത്തിലാവുന്നു എന്നുള്ളത് കൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാം. അതുകൊണ്ട് കേരളത്തെ വിഭജിക്കാൻ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മനസ്സുകളെ കൃത്യമായി വിഭജിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായി അതിന് ചൂട്ടുപിടിക്കുന്ന ആളുകളായി കൂടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ മാറുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നുകൂടാ. മതപരമായ വംശീയമായിട്ടുള്ള ജാതീയമായിട്ടുള്ള ഏത് തരത്തിലുള്ള വിഭാഗീയതയും സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് വരാനിരിക്കുന്നത് വലിയ കലാപങ്ങളായിരിക്കും. ആ കലാപങ്ങളിൽ നഷ്ടമുണ്ടാവുക എല്ലാവർക്കുമായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്തരത്തിൽ സമാധാനമായി വെറും ഒരു 60-70 കൊല്ലം ജീവിച്ചു പോകേണ്ട മനുഷ്യർക്കിടയിൽ കളറ് പറഞ്ഞ്, കാസ്റ്റ് പറഞ്ഞ്, നിറം പറഞ്ഞ്, മറ്റ് ഒരു പ്രദേശത്തിൻ്റെ പേര് പറഞ്ഞൊക്കെ തന്നെ, ഗോത്രങ്ങൾ പറഞ്ഞൊക്കെ തന്നെ വിഭാഗീയത ഉണ്ടാക്കുന്നത് വോട്ട് തട്ടാനുള്ള, അവരവരുടെ സംഘടന ഡെവലപ്പ് ചെയ്യാനുള്ള, അതിൽ നിന്ന് പണമുണ്ടാക്കാനുള്ള, ആ പണമുണ്ടാക്കി സുഖിച്ച് ജീവിക്കാനുള്ള തന്ത്രമാണെന്ന് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെങ്കിലും മനസ്സിലാക്കണം. ഈ കെണിയിലൊന്നും ഒരാളും വീണ് പോകരുത് എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ.